ഹായ് ഫ്രണ്ട്സ്, PSC സക്സസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിവിൽ എക്സൈസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് പാർട്ട് 9 NDPS ആക്ടിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പണിഷ്മെൻറ്റ് ഇൻ ദ ആക്ട്. NDPS ആക്ടിലെ ഏതാനും സെക്ഷനുകളെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 25 ഒരു കുറ്റകൃത്യം കമ്മീഷൻ ചെയ്യുന്നതിന് പരിസരവും മറ്റും ഉപയോഗിക്കുവാൻ അനുവദിക്കുന്നതിനുള്ള ശിക്ഷയാണ്. ഒരു കുറ്റകൃത്യം കമ്മീഷൻ ചെയ്യുന്നതിനായി പരിസരവും മറ്റും ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 25 പറയുന്നത്. വീട്, മുറി, പരിസരം, സ്ഥലം, മൃഗം, വാഹനം എന്നിവ കുറ്റകൃത്യത്തിനു വേണ്ടി ഉപയോഗിക്കുവാനെന്ന അറിവോടുകൂടി ഉപയോഗിക്കുവാൻ കൊടുക്കുന്ന ഉടമ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ആ സമയത്തെ വാടകക്കാരൻ ഈ നിയമപ്രകാരം ശിക്ഷാർഹരാണ്. സെക്ഷൻ 25 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുറ്റകൃത്യം കമ്മീഷൻ ചെയ്യുന്നതിന് പരിസരവും മറ്റും ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനുള്ള ശിക്ഷ. അതായത് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരിസരവും മറ്റും ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനുള്ള ശിക്ഷയാണ്. അതായത് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടി വീട്, മുറി, പരിസരം, സ്ഥലം അല്ലെങ്കിൽ മൃഗം, വാഹനം എന്നിവ കുറ്റകൃത്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി അനുവദിക്കുന്ന ഉടമ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ആ കാലഘട്ടത്തിലെ വാടകക്കാരൻ ഈ നിയമപ്രകാരം ശിക്ഷാർഹനാണ് എന്നതാണ് സെക്ഷൻ 25 പറയുന്നത്. അടുത്ത സെക്ഷൻ 31 കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള ശിക്ഷയാണ്. സെക്ഷൻ 31 പറയുന്നത് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള ശിക്ഷ. ഒരിക്കൽ ഒരു കുറ്റകൃത്യം ചെയ്ത് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അത് രണ്ടാമത് ആവർത്തിച്ചാൽ ആദ്യം ലഭിച്ച അതേ ശിക്ഷ തന്നെ ലഭിക്കുന്നു. ഒരിക്കൽ ഒരു കുറ്റകൃത്യം ചെയ്യപ്പെട്ട ഒരു വ്യക്തി ശിക്ഷിക്കപ്പെടുകയാണ്. രണ്ടാമതും അതേ കുറ്റത്തിന് തന്നെയാണ് ശിക്ഷിക്കപ്പെടുന്നതെങ്കിൽ ആദ്യം ലഭിച്ച അതേ ശിക്ഷ തന്നെ വീണ്ടും ലഭിക്കും. തുടർന്നുള്ള ഓരോ തവണയും പരമാവധി ശിക്ഷയുടെ 1.5 ഇരട്ടി ശിക്ഷ ലഭിക്കും. പിഴയുടെ കാര്യത്തിലും ഇത് ബാധകമാണ്. അതായത് പിന്നെയും അയാൾ ഇതേ കുറ്റം തന്നെ ചെയ്യുകയാണെങ്കിൽ ആദ്യം ലഭിച്ച ശിക്ഷയുടെ 1.5 ഇരട്ടി ശിക്ഷയാണ് ലഭിക്കുക. 2 തവണ, അതായത് ആദ്യം ഒരിക്കൽ കുറ്റകൃത്യം ചെയ്ത് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി രണ്ടാമത് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ലഭിച്ച അതേ ശിക്ഷയാണ്. പിന്നീട് ചെയ്യുന്ന ഓരോ തവണയും ശിക്ഷ 1.5 ഇരട്ടി കൂടുതലായിരിക്കും. പിഴയുടെ കാര്യത്തിലും ഇത് ബാധകമാണ്. സെക്ഷൻ 25 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുറ്റകൃത്യം കമ്മീഷൻ ചെയ്യുന്നതിന് പരിസരവും മറ്റും അനുവദിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 25 പറയുന്നത്. സെക്ഷൻ 31 കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിന് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത സെക്ഷൻ 27. സെക്ഷൻ 27 മയക്കുമരുന്നോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 27 പറയുന്നത്. സെക്ഷൻ 27 പറയുന്നത് മയക്കുമരുന്നോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയാണ്. കൊക്കൈൻ, മോർഫിൻ, ഡൈഅസറ്റൈൽ മോർഫിൻ എന്നീ മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ചാലുള്ള ശിക്ഷയാണ് സെക്ഷൻ 27 പറയുന്നത്. 1 വർഷം വരെ കഠിന തടവോ അല്ലെങ്കിൽ 20,000 രൂപ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും. സെക്ഷൻ 27 പറയുന്നത് മയക്കുമരുന്നോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയാണ്. കൊക്കൈൻ, മോർഫിൻ, ഡൈഅസറ്റൈൽ മോർഫിൻ എന്നീ മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ചാലുള്ള ശിക്ഷയാണ്. 1 വർഷം വരെ കഠിന തടവോ അല്ലെങ്കിൽ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും. കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനത്തിൽ പ്രസ്താവിച്ചിട്ടില്ലാത്ത മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചും ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. സെക്ഷൻ 27 മയക്കുമരുന്നും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള ശിക്ഷ, അതോടൊപ്പം കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിൽ പ്രസ്താവിച്ചിട്ടില്ലാത്ത മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചും പറയുന്നുണ്ട്. 6 മാസം തടവോ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടുമാണ് അനുഭവിക്കേണ്ടത്. 6 മാസം തടവോ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും. അടുത്ത സെക്ഷൻ 31A ആണ്. കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള വധശിക്ഷയാണ്.
കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള വധശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 31A പറയുന്നത്. ഒരു വ്യക്തി സെക്ഷൻ 19, 24, 27A ഉൾപ്പെടുന്ന ഏതെങ്കിലും കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ പരമാവധി ശിക്ഷ അല്ലെങ്കിൽ പരമാവധി ശിക്ഷയുടെ 1.5 ഇരട്ടി ശിക്ഷയോ പരമാവധി പിഴയോ അല്ലെങ്കിൽ പിഴയുടെ 1.5 ഇരട്ടിയോ ലഭിക്കും, അല്ലെങ്കിൽ വധശിക്ഷയ്ക്കും അർഹനാവുന്നതാണ്. സെക്ഷൻ 31A പറയുന്നത് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള വധശിക്ഷയാണ്. ഒരു വ്യക്തി സെക്ഷൻ 19, 24, 27A ഉൾപ്പെടുന്ന ഏതെങ്കിലും കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ പരമാവധി ശിക്ഷ അല്ലെങ്കിൽ പരമാവധി ശിക്ഷയുടെ 1.5 ഇരട്ടി ശിക്ഷയോ പരമാവധി പിഴയോ അല്ലെങ്കിൽ പിഴയുടെ 1.5 ഇരട്ടിയോ ലഭിക്കും, അല്ലെങ്കിൽ വധശിക്ഷയോ ലഭിക്കും എന്നാണ് സെക്ഷൻ 31A പറയുന്നത്. സെക്ഷൻ 31A പറയുന്നത് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള വധശിക്ഷയെക്കുറിച്ചാണ്. ഒരു വ്യക്തി സെക്ഷൻ 19, 24, 27A ഉൾപ്പെടുന്ന ഏതെങ്കിലും കുറ്റകൃത്യം വീണ്ടും ചെയ്യുകയാണെങ്കിൽ പരമാവധി ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷയുടെ 1.5 ഇരട്ടി, പിഴയും അതുപോലെ തന്നെയാണ് 1.5 ഇരട്ടി, അല്ലെങ്കിൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ്. അടുത്ത സെക്ഷൻ 19 കൃഷിക്കാരൻ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ. സെക്ഷൻ 19 പറയുന്നത് കൃഷിക്കാരൻ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയാണ്. പോപ്പി കൃഷി ചെയ്യാൻ കേന്ദ്ര സർക്കാരിൻ്റെ ലൈസൻസ് ഉള്ള ഒരു വ്യക്തി കൃഷിയിലൂടെ ലഭിക്കുന്ന കറുപ്പ്, അതായത് ഒപ്പിയം, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അനധികൃതമായി തട്ടിയെടുത്താലുള്ള ശിക്ഷയാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ലൈസൻസോടുകൂടി ഒരു വ്യക്തി കറുപ്പ് കൃഷി ചെയ്യുകയാണ്. അയാൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അനധികൃതമായി വിൽപ്പന നടത്തുകയാണെങ്കിൽ അയാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 19 പറയുന്നത്. അനധികൃതമായി അയാളത് പുറത്തു വിൽക്കുകയാണെങ്കിൽ അയാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷയാണ് സെക്ഷൻ 19 പറയുന്നത്. 10 മുതൽ 20 വർഷം വരെയുള്ള തടവ് ശിക്ഷയും 1 മുതൽ 2 ലക്ഷം രൂപ പിഴയും. 10 മുതൽ 20 വർഷം തടവോ 1-2 ലക്ഷം രൂപ പിഴയും ഈടാക്കുന്നതാണ്. ഇപ്പോൾ സെക്ഷൻ 19 പറയുന്നത് കൃഷിക്കാരൻ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ്. സെക്ഷൻ 19 പറയുന്നത് 10 മുതൽ 20 വർഷം വരെ തടവും ശിക്ഷയും 1-2 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അടുത്ത സെക്ഷൻ 24 കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ ഇന്ത്യക്ക് പുറത്തു നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും വ്യക്തിയുമായി കച്ചവടത്തിൽ ഏർപ്പെടുകയോ മറ്റോ ചെയ്താലുള്ള ശിക്ഷ. അതായത് ഒരു വ്യക്തി ഇന്ത്യക്ക് പുറത്താണുള്ളത്, കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ ഇന്ത്യക്ക് പുറത്തു നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും വ്യക്തിയുമായി കച്ചവടത്തിൽ ഏർപ്പെടുകയോ മറ്റോ ചെയ്താലുള്ള ശിക്ഷ. ഇന്ത്യക്ക് പുറത്തു നിന്ന് ലഭിക്കുന്ന മയക്കുമരുന്ന് ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായി കച്ചവടത്തിൽ ഏർപ്പെടുകയോ മറ്റോ ചെയ്താലും ശിക്ഷ ലഭിക്കുക എന്നാണ് സെക്ഷൻ 24 പറയുന്നത്. 10 മുതൽ 20 വർഷം വരെയുള്ള തടവ് ശിക്ഷയും 1-2 ലക്ഷം രൂപ പിഴയും ഉണ്ടാവും. അടുത്ത സെക്ഷൻ 27A അനധികൃത ലഹരിക്കടത്തിനും ധനസഹായം നൽകുന്നതിനും കുറ്റവാളികൾക്ക് അഭയം നൽകുന്നതിനുമുള്ള ശിക്ഷയാണ്. സെക്ഷൻ 27A പറയുന്നത് അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുന്നതിനും കുറ്റവാളികൾക്ക് അഭയം നൽകുന്നതിനുമുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 27A പറയുന്നത്. സെക്ഷൻ 27A പ്രകാരം അനധികൃത ലഹരിക്കടത്തിന് ധനസഹായം നൽകുന്നതിന് കുറ്റവാളികൾക്ക് അഭയം നൽകിയാലും 10 മുതൽ 20 വർഷം വരെയുള്ള തടവ് ശിക്ഷയും 1-2 ലക്ഷം രൂപ പിഴയും ലഭിക്കുന്നതാണ്. അടുത്ത സെക്ഷൻ 68F അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കൽ അല്ലെങ്കിൽ മരവിപ്പിക്കൽ. സെക്ഷൻ 68F പറയുന്നത് അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കൽ, മരവിപ്പിക്കൽ എന്നിവയെക്കുറിച്ചാണ് സെക്ഷൻ 68F പറയുന്നത്. അനധികൃതമായി സമ്പാദിച്ച സ്വത്തിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു വസ്തു നിയമവിരുദ്ധമായി സമ്പാദിച്ച വസ്തുവാണെന്ന് കണ്ടെത്തിയാൽ ആ വസ്തു മറച്ചുവെക്കാനോ കൈമാറ്റം ചെയ്യാനോ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ വസ്തു പിടിച്ചെടുക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക. സെക്ഷൻ 68F പറയുന്നത് അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കുക അല്ലെങ്കിൽ മരവിപ്പിക്കുക. അനധികൃതമായി സമ്പാദിക്കുകയാണ്. സ്വത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു വസ്തു നിയമവിരുദ്ധമായി സമ്പാദിച്ച വസ്തുവാണെന്നും അയാളത് മറച്ചു വെക്കാനോ കൈമാറ്റം ചെയ്യാനോ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ ആ വസ്തു പിടിച്ചെടുക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന സെക്ഷനാണ് സെക്ഷൻ 68F. അടുത്തത് റീഹാബിലിറ്റേഷൻ ഇൻ ദി ആക്ട് ആണ്. സെക്ഷൻ 71
റീഹാബിലിറ്റേഷൻ ഇന്ത്യ ആക്ട് സെക്ഷൻ 71 അതിനെക്കുറിച്ച് പറയുന്നത്. പവർ ഓഫ് ഗവൺമെന്റ് ടു എസ്റ്റാബ്ലിഷ് സെന്റേഴ്സ് for identification, treatment, etc. for addiction and for supply of narcotic drugs and psychotropic substances. മയക്കുമരുന്നുകളുടെയും സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെയും വിതരണത്തിനും ലഹരിക്ക് അടിമപ്പെട്ടവരെ തിരിച്ചറിയുന്നതിനും ചികിത്സിക്കുന്നതിനും മറ്റും കേന്ദ്ര സർക്കാർ സ്ഥാപിക്കുന്ന സർക്കാരിൻ്റെ അധികാരമാണ്. അതായത് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്തിന്? മയക്കുമരുന്നുകളുടെയും സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെയും വിതരണത്തിനും ലഹരിക്ക് അടിമപ്പെട്ടവരെ തിരിച്ചറിയുന്നതിനും ചികിത്സിക്കുന്നതിനും മറ്റും കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള സർക്കാരിൻ്റെ അധികാരമാണ്. ഈ നിയമപ്രകാരം സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മയക്കുമരുന്ന് അടിമകൾക്കും അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടവർക്കും വിദ്യാഭ്യാസം, പരിചരണം, പുനരധിവാസം, അവരുടെ സാമൂഹിക പുനഃസംയോജനം, വിതരണം എന്നിവയ്ക്ക് അനുയോജ്യമായ കേന്ദ്രങ്ങൾ സ്ഥാപിക്കേണ്ടതാണ്. റീഹാബിലിറ്റേഷൻ ഇന്ത്യ ആക്ട് ആണ് സെക്ഷൻ 71 പറയുന്നത്. Power of government to establish centers for identification, treatment, etc. for the addiction and for supply of narcotic drugs and psychotropic substances. മയക്കുമരുന്നുകളുടെയും സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുടെയും വിതരണത്തിനും ലഹരിക്ക് അടിമപ്പെട്ടവരെ തിരിച്ചറിയുന്നതിനും ചികിത്സിക്കുന്നതിനും മറ്റും കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള സർക്കാരിൻ്റെ അധികാരം. ഈ നിയമപ്രകാരം സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മയക്കുമരുന്ന് അടിമകൾക്കും അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടവർക്കുള്ള വിദ്യാഭ്യാസം, പരിചരണം, പുനരധിവാസം, അവരുടെ സാമൂഹിക പുനഃസംയോജനം, വിതരണം എന്നിവയ്ക്ക് അനുയോജ്യമായ കേന്ദ്രങ്ങൾ സ്ഥാപിക്കേണ്ടതാണ് എന്നാണ് ഈ സെക്ഷൻ പറയുന്നത്. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിനും മറ്റുമായുള്ള നിയമങ്ങൾ സർക്കാർ നിർമ്മിക്കാവുന്നതാണെന്നും ഈ സെക്ഷനിൽ പറയുന്നു. അടുത്തത് ഡി അഡിക്ഷൻ ഇന്ത്യ ആക്ട് ആണ്. ആക്ടിൽ ഡി അഡിക്ഷനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. സെക്ഷൻ 64A ആണ്. ഇമ്മ്യൂണിറ്റി ഫ്രം പ്രോസിക്യൂഷൻ ടു അഡിക്ട്സ് വളണ്ടറിംഗ് ഫോർ ട്രീറ്റ്മെന്റ്. സെക്ഷൻ 27 പ്രകാരം ശിക്ഷിക്കാവുന്ന കുറ്റം ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ ചെറിയ അളവിലുള്ള മയക്കുമരുന്നോ സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്ന കുറ്റങ്ങൾ ചുമത്തപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി സർക്കാരിൻ്റെയോ സർക്കാർ അംഗീകരിച്ച മറ്റേതെങ്കിലും ആശുപത്രിയിലോ സ്ഥാപനത്തിൽ നിന്നോ മയക്കുമരുന്നിന്റെ ആസക്തി ഇല്ലാതാക്കാൻ സ്വമേധയാ വൈദ്യ ചികിത്സക്ക് ശ്രമിക്കുകയോ ആ വൈദ്യസഹായം തേടുകയോ ചെയ്താൽ സെക്ഷൻ 27 പ്രകാരമോ ചെറിയ അളവിലുള്ള മയക്കുമരുന്നിന്റെയോ സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്ന കുറ്റങ്ങൾക്കുള്ള ശിക്ഷ നൽകാൻ കഴിയില്ല. ചികിത്സ പൂർത്തീകരിച്ചില്ലെങ്കിൽ മേൽപ്പറഞ്ഞ ആനുകൂല്യം റദ്ദാവും എന്നാണ് ഈ സെക്ഷൻ പറയുന്നത്. വെച്ചാൽ സെക്ഷൻ 64A പറയുന്നത്, അതായത് ഒരു വ്യക്തി സെക്ഷൻ 27 പ്രകാരം ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്, അതായത് അല്ലെങ്കിൽ ചെറിയ അളവിലുള്ള മയക്കുമരുന്നോ സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്ന കുറ്റങ്ങൾ ചുമത്തപ്പെട്ട ഒരു വ്യക്തി, ഇയാള് സർക്കാരിൻ്റെയോ സർക്കാർ അംഗീകരിച്ച മറ്റേതെങ്കിലും ആശുപത്രിയിലോ സ്ഥാപനത്തിൽ നിന്നോ മയക്കുമരുന്നിന്റെ ആസക്തി ഇല്ലാതാക്കാൻ സ്വമേധയാ വൈദ്യ ചികിത്സക്ക് ശ്രമിക്കുകയാണ്. ആ വൈദ്യ സഹായം തേടുകയോ ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 27 പ്രകാരമോ ചെറിയ അളവിലുള്ള മയക്കുമരുന്നിന്റെയോ സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്ന കുറ്റങ്ങൾക്കുള്ള ശിക്ഷ നൽകാൻ കഴിയില്ല. അയാൾ ഇങ്ങനെ വൈദ്യ സഹായം തേടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സെക്ഷൻ 27 പ്രകാരമോ അല്ലെ ചെറിയ അളവിലുള്ള മയക്കുമരുന്നിന്റെയോ സൈക്കോട്രോപിക് പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്ന കുറ്റങ്ങൾക്കുള്ള ശിക്ഷ നൽകാൻ കഴിയില്ല എന്നാണ് ഈ സെക്ഷൻ പറയുന്നത്. ചികിത്സ പൂർത്തീകരിച്ചില്ലെങ്കിൽ അയാൾ പകുതിക്ക് വെച്ച് ചികിത്സ നിർത്തുകയാണെങ്കിൽ ഈ ആനുകൂല്യം അയാൾക്കില്ലാതാവും. പറയാനുള്ളത് NDPS ആക്ടിൻ്റെ മുഴുവൻ ക്ലാസ്സും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോ പറ്റി എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ ഓഫ് യു.